നവീന്റെ ബന്ധു അനിൽ പി നായരിലേക്ക് കൂടി പോയിട്ട് വരാം. അർജുൻ കല്യാൺ. അനിൽ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമ്മൾ കുറ്റപത്രത്തിന്റെ മുഴുവൻ പകർപ്പുമാണ്, അതിന്റെ പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ കുറ്റപത്രത്തിലെ ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയന്നിരുന്നത് പോലെ തന്നെ കളക്ടറുടെ മൊഴി കുറ്റപത്രത്തിന്റെ ഭാഗമാണ്. അതിൽ കളക്ടറുടെ മൊഴി എന്ന് പറയുന്നത് വളരെ നിർണായകവുമാണ്. കാര്യം ഈ കേസിൽ PP ദിവ്യയ്ക്ക് വഴിയൊരുങ്ങുന്ന വിധമാണോ ഈ കളക്ടറുടെ മൊഴി വന്നിരിക്കുന്നത്? ഈ വിവരം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനെ വിളിച്ചറിയിച്ചിരുന്നു എന്നുകൂടി കളക്ടർ പറയുന്നുണ്ട്. ADM തന്റെ ക്യാബിനിൽ നിന്ന് പോയതിനു ശേഷം, ക്യാമ്പ് ഓഫീസിൽ എത്തിയതിനു ശേഷം. ഇത് ഏതെങ്കിലും തരത്തിൽ PP ദിവ്യയ്ക്ക് വിചാരണ വേളയിൽ അനുകൂലമാകുമെന്ന് താങ്കൾ ഭയക്കുന്നുണ്ടോ അനിൽ പി നായർ? തീർച്ചയായിട്ടും. ഈ കളക്ടർ ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിച്ചത് എന്നാണ് എന്ന് പോലീസ് അന്വേഷിച്ചോ? ഈ അറിയിച്ചവരും മന്ത്രിയെ സാക്ഷിയാണോ? എത്ര ദിവസം കഴിഞ്ഞാണ് ഈ കളക്ടർ മന്ത്രിയെ അറിയിച്ചു എന്ന് പറയുന്നത്? മൊഴിയിൽ പറയുന്നത് ആ ദിവസം. ഈ കളക്ടറുടെ അറിവോടുകൂടിയാണല്ലോ ആത്മഹത്യക്ക് മുമ്പ്. അതെ, അങ്ങനെ പറഞ്ഞോട്ടെ. അങ്ങനെ അത് സമ്മതിക്കേണ്ടത് ആരാ? മന്ത്രിയല്ലേ? മന്ത്രി സാക്ഷിയാണോ കേസില്? അതെ അതെ, മന്ത്രി സാക്ഷിയാണോ? മന്ത്രിയെ സാക്ഷിയാക്കിയിട്ടുണ്ടോ? മന്ത്രിയല്ലേ പറയേണ്ടത്? ഈ കേസിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കളക്ടറുടെ അറിവോടുകൂടിയാണ് ദിവ്യ ഈ പ്രതി ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വളരെ ആസ്വദിക്കുകയാണല്ലോ പ്രസംഗം. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, വളരെ പരസ്യമായിട്ട് ഒരു മനുഷ്യനെ അപമാനിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അഴിമതി ആരോപണമില്ലാത്ത, നേരിട്ടില്ലാത്ത ഒരാളെ പരസ്യമായിട്ട് അവഹേളിച്ച് അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പിന്നീട് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച് ആ മനുഷ്യനെ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരു അവസരം ഉണ്ടാക്കി. ആ ഒരു അർത്ഥത്തിൽ ആത്മഹത്യാ പ്രേരണ നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അടുത്ത പ്രശ്നം, ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ പ്രശാന്തിനും ദിവ്യയായിട്ടുള്ള ബന്ധം എന്താണ്? അമിത താല്പര്യം എന്താണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാര പരിധിയിൽ വരുന്നതാണോ പെട്രോൾ പമ്പ്? പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥൻ ആരാണ്? ഇപ്പോൾ പറയുന്ന പെട്രോൾ പമ്പ് ഉടമസ്ഥന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. പിന്നെ ആ ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നും അവിടെ വെച്ച് പണം ആവശ്യപ്പെട്ടു എന്നും പിന്നീട് ഈ പണം അവിടെ വെച്ച് സംഘടിപ്പിച്ചു കൊടുത്തു എന്നാണല്ലോ പ്രശാന്തൻ പറയുന്നത്. അന്നേരം എന്നെ മതിയായ തുകയില്ലായിരുന്നു എന്നോ, അതുകൊണ്ട് പിന്നീട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് 2000-5000 രൂപ കുറച്ചുള്ള തുക സംഘടിപ്പിച്ച് കൊണ്ട് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ആ പ്രശാന്ത് അങ്ങോട്ട് പോയ പിന്നെ വീഡിയോ ക്ലിപ്പിംഗ് കോർഡിനേറ്റ് പിന്നെ പോലീസിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. തിരിച്ചു പോയ സമയം എപ്പോഴാണ്? എത്ര സമയത്തിനുള്ളിലാണ് ബാക്കി പൈസ ഇയാൾ സംഘടിപ്പിച്ചത്? ആരോടാണ് സംഘടിപ്പിച്ചത്? അതിന് എത്ര സമയമെടുത്തു? ആരാണ് കൊടുക്കായിരുന്നു? പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയായിരുന്നോ? അപ്പോൾ അത് എത്ര സമയമെടുത്തു? അയാൾ എത്ര സമയം കഴിഞ്ഞാണ് തിരിച്ചു പോയത്? ഈ ഭാഗങ്ങൾ വല്ലതും അന്വേഷിച്ചോ? അവ കരുതിക്കൂട്ടിയുള്ളൊരു തിരക്കഥ. ചാർജ് ഷീറ്റിനകത്ത് തന്നെ കഴിയുമെങ്കിൽ പ്രതിയെ രക്ഷിക്കാനുള്ള പഴുതുകൾ കുത്തിക്കയറ്റുന്ന അതിബുദ്ധി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം, ഒരു നിഷ്പക്ഷമായ ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ് കൊടുത്തതൊരു അഫിഡവിറ്റ് അല്ലേ? ഞങ്ങൾ അന്വേഷിച്ചുകൊള്ളാം, മറ്റാരും അന്വേഷിക്കരുത്, ഞങ്ങൾക്ക് ശേഷിയുണ്ട്, പ്രാപ്തിയുണ്ട്, അനുവദിക്കണം, ഞങ്ങളെ അനുവദിക്കണം, കൊലപാതക സാധ്യത ഉൾപ്പെടെ ഞങ്ങൾ അന്വേഷിച്ചുകൊള്ളാം എന്നല്ലേ അഫിഡവിറ്റ് കൊടുത്തത്? അങ്ങനെ സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഒരു സ്റ്റേറ്റ് കൊടുക്കുന്ന സത്യവാങ്മൂലം കൊടുത്തിട്ട് കോടതിയെ പോലെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലൊരു ചാർജ് ഷീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആരെ രക്ഷിക്കാനാണ്? ആരെ സംരക്ഷിക്കാനാണ്? എന്ന് ADM കളക്ടറോട് സമ്മതിച്ചു എന്ന് പറയുന്നത് കളക്ടറാണ്. കളക്ടറുടെ വാക്കുകൾക്ക് കോടതിയിൽ സ്വാഭാവികമായിട്ടും വിലയുണ്ടാവും. അത് താങ്കൾക്കറിയാവുന്നതുപോലെ തന്നെ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ആ മൊഴി കളക്ടർ തന്നെ ഓൺ ചെയ്യാണ്. ഇങ്ങനെ ADM തന്നോട് പറഞ്ഞു. മറ്റ് തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ടാണ് ഈ കളക്ടർ തന്നെ ദുരൂഹമായ സംശയാസ്പദ സാഹചര്യത്തിലല്ല ഈ സിറ്റുവേഷൻ ഉള്ളത്. ഒരു കളക്ടർ തന്നെ സബോർഡിനേറ്റ് അപമാനിക്കുമ്പോഴേ കേട്ടു നിൽക്കി പുഞ്ചിരിക്കുകയാണോ ചെയ്യേണ്ടത്? അയാൾ പറഞ്ഞിട്ടല്ലേ അവരവിടേക്ക് വന്നത്? സമയവും തീയതിയും സമയം മനസ്സിലാക്കിയത് കളക്ടറിൽ നിന്നല്ലേ? ആ കളക്ടറുമായിട്ടുള്ള ബന്ധം കോടിയിലല്ലായിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതല്ലേ? നമ്മൾ ആരെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത, മാനസികമായി ചേർച്ചയില്ലാത്ത ഒരാളുടെ മുമ്പിൽ കുറ്റസമ്മതം നടത്തുമോ? സപ്പോസ് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് പറ്റിയത്? ഈ കളക്ടറെ വിശ്വസിച്ചതാണോ? അവിടെ ജോലി ചെയ്തതാണോ? എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്? അപ്പോൾ അർദ്ധവിരാമങ്ങളിലൂടെ ഒരു മനുഷ്യനെ അപഹസിക്കാനുള്ള ശ്രമം
ഒരു കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമം അത് ആരും നടത്തിയാലും നമ്മുടെ മനസാക്ഷി, സമൂഹത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ അത് വ്യക്തമാക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അതിന് തെളിവുകൾ കണ്ടെത്തേണ്ടതാണ്. ആരാണ് പ്രശാന്തൻ? ഓക്കെ അനിൽ, എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ഇത് തിരക്കഥയാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം തയ്യാറാക്കിയിരിക്കുന്ന ഒരു തിരക്കഥ, അങ്ങനെ തന്നെയല്ലേ കണക്കാക്കുന്നത്? തീർച്ചയായിട്ടും ഇതിലെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഉണ്ടാവണം. ഈ അകാലത്തിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ശ്രീ നവീൻ ബാബുവിനെ പറഞ്ഞു വിട്ടവർ, യാത്രയാക്കിയവരാരായാലും അവർ നിയമത്തിന്റെ മുമ്പിൽ സമാധാനം പറയാനൊരു സാഹചര്യമാണ് ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കേണ്ടത്. ഒരു അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനാണ്? ആരെയും ശിക്ഷിക്കാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു നിഷ്പക്ഷമായ അന്വേഷണം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ താങ്ക് യു അനിൽ. ഓക്കെ, പറഞ്ഞോളൂ. താങ്ക് യു അനിൽ. എന്തായാലും പ്രതികരിച്ചതിന് അനിൽ പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. കുറ്റപത്രത്തിൽ PPDBക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ കളക്ടറുടെ മൊഴിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇപ്പോൾ കുടുംബം ആക്ഷേപിക്കുന്നത്. കുടുംബം പറയുന്നത് ഇതൊരു തിരക്കഥയാണ്, പ്രതിക്ക് രക്ഷപ്പെടാം എന്നത് ഉള്ള വഴി തുറന്നു കൊടുക്കുന്ന ഒരു തിരക്കഥയായി മാറുന്നു എന്നുള്ളതാണ്.